പച്ചപ്ലാവിലെ കുമ്പിളാക്കി പച്ചീർക്കിൽ കൊണ്ട് കുത്തിയുറപ്പിച്ച് അതിൽ മധുരമാവ് കോരിയൊഴിച്ച് നിറച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഒരു 4 മണി പലഹാരം. പച്ചരി തരിയോടുകൂടി പൊടിച്ചെടുത്തതിലേക്ക് ചക്കപ്പഴം ചേർത്തു. ചിരകിയ തേങ്ങയും ഇട്ടു. ഓരോ സ്പൂൺ ജീരകപ്പൊടിയും ചുക്കുപൊടിയും തൂളി. ഒരു വലിയ സ്പൂൺ നെയ്യും ഇട്ടു. ഒടുവിൽ ഉരുക്കി അരിച്ചെടുത്ത ശർക്കരയും ചേർത്തു. എല്ലാം ചേർത്ത് ഇങ്ങനെ കട്ടകെട്ടാതെ ഇളക്കി യോജിപ്പിച്ചു. ഇത്രയും അയഞ്ഞ പരുവത്തിലിരിക്കണം മാവ്. വരിക്കച്ചക്കപ്പഴമാണെങ്കിൽ കൊത്തിയരിഞ്ഞും കൂഴപ്പഴമാണെങ്കിൽ പിഴിഞ്ഞരിച്ചുമാണ് ഉപയോഗിക്കാറുള്ളത്. ഇന്നത്തേത് വരിക്കയായിരുന്നെങ്കിലും കൂടുതൽ പഴുത്തുപോയതിനാൽ അരച്ചെടുത്താണ് ചേർത്തത്. മാവിലെ ചേരുവകൾ കൃത്യമാണെന്ന് മൂക്കിലേക്ക് മണം എത്തിച്ചുകൊണ്ട് മാവ് അറിയിച്ചു. പ്ലാവിലെ കുമ്പിളുകൾ ഒന്നൊന്നായി നിറച്ചു. ഇഡ്ഡലി പാത്രത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടങ്ങളിൽ ഇരുത്തി അടച്ചുമൂടി. ഹിറ്റ്ലറുടെ ഗ്യാസ് ചേംബറിൽ പെട്ടുപോയവരെ മുത്തശ്ശി വെറുതെ ഓർത്തു. അടുക്കള അങ്ങനെ ഒരിടമാണ്. പാതിവെന്ത ചരിത്രങ്ങളെ വേവിച്ചു പാകപ്പെടുത്തി കുറിച്ചിരിക്കാം. മനസ്സിനെ പാകപ്പെടുത്താനുള്ള ഉത്തമ ഔഷധമായി അത് സേവിക്കാം. ഇഡ്ഡലിപ്പാത്രം തുറന്നു. ചക്കപ്പഴവും ശർക്കരയും ചുക്കും ജീരകവും നെയ്യും ഒത്തുചേർന്ന് വെന്തുവന്നതിന്റെ അനിർവചനീയമായ മണം ആവിയിൽ അലിഞ്ഞു നിറഞ്ഞു. കേക്ക് പോലെ കുമ്പളപ്പം പൊന്തി വന്നിരിക്കുന്നു. വെന്തു പൊന്തിയിരിക്കുന്ന കുമ്പളപ്പങ്ങളെ വാലിൽ പിടിച്ച് വെളിയിലിറക്കി മുത്തശ്ശി. മധുരമില്ല ചൂട് തുളസിച്ചായയും ചക്കപ്പേരിയും ഇരിക്കുന്നിടത്ത് എത്തിച്ചു. ഇവിടുത്തെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം എത്തിത്തുടങ്ങി. എത്തിയവർ ഈർക്കിൽ കൂടി കഴിച്ച് ഇലയുടുപ്പൂരി കുമ്പിളപ്പത്തെ പുറത്തെടുത്ത് ആസ്വദിച്ചു തുടങ്ങി. അതോടെ കുമ്പിളപ്പത്തിന്റെയും കപ്പിന്റെയും എണ്ണം കുറഞ്ഞു വന്നു. ചക്കപ്പേരിയുടെ നിരപ്പ് താണു വന്നു. ബാക്കി മാവും കൂടി പച്ചിലപ്ലാവിലെ കുമ്പിളുകളിലാക്കി ഇഡ്ഡലിപ്പാത്രത്തിൽ ഒതുക്കി മുത്തശ്ശി നിർവൃതി കൊണ്ടു.